പക്ഷേ ഇപ്പോൾ വേറൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നത് ജനതാദൾ കൂടി എൻ ഡി എയിലേക്ക് പോകുന്നു എന്നാണ്. വളരെ വിചിത്രമായി എനിക്ക് തോന്നിയത് ബാംഗ്ലൂരിൽ അങ്ങയുടെ പടം എൻ ഡി എ പ്രചരണത്തിൽ തെറ്റാണെന്നുള്ളത് അത് ഇവിടെയുള്ള ഒരുത്തൻ ഉണ്ടാക്കിയതാണ്, ഫേക്കാണെന്നുള്ളത് വന്നു. അതുകൊണ്ട് ഞങ്ങൾ അവരായിട്ടുള്ള ബന്ധമൊക്കെ വിച്ഛേദിച്ചല്ലോ. ഞങ്ങൾ അവരുമായിട്ട് ഇപ്പോൾ കേരള കോൺഗ്രസും പിരിഞ്ഞ പോലെ തന്നെ ഞങ്ങൾ അവരായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ചു. ഞങ്ങൾ പുതിയൊരു സാഹചര്യം വരും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കേണ്ടി വന്നത് കുമാരസ്വാമിക്കും സംഘത്തിനുമൊക്കെ? അവിടുത്തെ സാഹചര്യമായിരിക്കും. എന്നാലും പക്ഷെ ജനതാദൾ എന്ന അല്ലെങ്കിൽ ജനതാ പാർട്ടികൾ എത്രയോ കാലമായി സോഷ്യലിസ്റ്റ് ആശയമുള്ള കോൺഗ്രസിൻ്റെ ആശയമുള്ള ആളുകളാണ് ജനതാദൾ. അവരങ്ങനെ ഒരു ചിന്തിച്ചതിൽ എന്താ ഞാൻ പറയാ. അപ്പോൾ ഈ കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഒരിടയ്ക്ക് അങ്ങ് NCPയിലെ ഘടകങ്ങളുമായും അതുപോലെ ഗണേഷ് കുമാറുമായും കോവൂർ കുഞ്ഞുമോനുമായൊക്കെ ചർച്ച ചെയ്യുന്നു പുതിയൊരു രാഷ്ട്രീയ പാർട്ടി. അങ്ങനെയല്ല. നമ്മൾ ആശയപ്പൊരുത്തുള്ളവർ തമ്മിലൊരു കൂട്ടായ്മ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ സ്വതന്ത്രമായിട്ട് കേരള ഘടകമായിട്ട് വേറെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല. ഏതായാലും ഈ ആളുകളുമായി ഒരു ധാരണയില്ല, ഒരു ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അത് ഒരു സാഹചര്യം വരുമ്പോഴേ അതിനെക്കുറിച്ച് പറയാം. ഏതായാലും ഒരു കൂട്ടായ്മ വേണം എന്നത് കൂട്ടായ്മ വേണമെന്നുണ്ട്. അത് നമ്മൾ പൊതുപ്രശ്നത്തിൽ ഇപ്പോൾ കാർഷിക പ്രശ്നങ്ങൾ, ഇവിടുത്തെ തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ, ആ പൊതുപ്രശ്നങ്ങളിലെ യോജിപ്പ്, ഇപ്പോൾ ഈ മറ്റേ കൃഷിക്കാരുടെ ഡിമാൻഡ് അതിന് അംഗീകരിക്കുന്നവരാരൊക്കെ ഉണ്ട്. MSP വേണമെന്നാണോ ഞങ്ങളുടെ സമരം. ആ MSPയിൽ യോജിപ്പുള്ളവരാരൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയണ്ടേ. MSP നടപ്പാക്കിയാൽ തന്നെ ഇവിടുത്തെ കാർഷിക മേഖല ഒരു പരിധി വരെ രക്ഷപ്പെട്ടില്ലേ. അത് നടപ്പാക്കുന്നില്ലല്ലോ. അതിനു വേണ്ടിയിട്ടാണ് സമരം. അത് നിയമസാധ്യത വേണമെന്നിട്ടാണ്. MSPയിൽ ഫോർമുല സംവിധാനം കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞ പോലെയുള്ള ഫോർമുല നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറല്ല. അതിനെതിരായിട്ടാണ് സമരം. അത് നടപ്പാക്കിയാൽ എത്ര വലിയ വരുമാനം കിട്ടും? 1976 5 ഏക്കർ കൃഷി ചെയ്താൽ 1400 രൂപ വരുമാനം കിട്ടും. ഇന്ന് ജില്ലാ കളക്ടറിൻ്റെ ശമ്പളം 860 ഉള്ളൂ. MLAക്ക് 300 രൂപയുള്ളൂ. ഇന്ന് എത്ര 5 ഏക്കർ കൃഷി ചെയ്താൽ കിട്ടുന്നത് അറിയാം? 500 രൂപ ഒരു ദിവസം കിട്ടില്ല. ബാക്കിയുള്ളവരുടെ ശമ്പള വർധന എത്രയുണ്ട്? MLAക്ക് എത്രയുണ്ട്? മന്ത്രിക്ക് എത്ര തന്നെ വർദ്ധിച്ചു? ഇപ്പം നമ്മുടെ സംസ്ഥാനത്തെ ജനതാദളിൻ്റെ ഒരു സാഹചര്യത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഞങ്ങളിത് ഗാന്ധിജിയും ലോഹിയുടെ ആശയങ്ങളെ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും നടത്തുന്നത്. ഞങ്ങൾ ഈ കർഷക സമരത്തിന് ഇങ്ങനെയുള്ള സമരങ്ങൾക്കൊക്കെ പിന്തുണ കൊടുക്കും. പക്ഷേ അതിനൊരു കേന്ദ്ര നേതൃത്വവുമായി ബന്ധം കേന്ദ്ര നേതൃത്വമില്ല. നമ്മളുടെ ആശയം ഇവിടുന്ന് കൊണ്ടുവരിക. പണ്ടും എങ്ങനെയാണ് ചെയ്തത്? അടിയന്തരാവസ്ഥയ്ക്കെതിരായി ചെറിയൊരു മൂവ്മെന്റിൽ തുടങ്ങിയുള്ളൂ. പക്ഷേ എങ്ങനെയും വോട്ടർമാരിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ടോ? കേന്ദ്ര നേതൃത്വം ഒരു വശത്ത് നിൽക്കുന്നു. അത് ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ബന്ധം വിഖ്യാപിച്ചു. ഇതുപോലെ എല്ലാ പാർട്ടിയിലും ഇങ്ങനെ സ്പ്ലിറ്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ചെയ്തത് അതേ പ്രവർത്തനം തന്നെ നടത്തിയിരിക്കണം. അതിൽ വേറെ വിഷമങ്ങളൊന്നുമില്ല. ഈ സർക്കാരിൻ്റെ ഒരു പ്രവർത്തനത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിൻ്റെ അത്ര പോരാ എന്ന ഒരു വിമർശനം പല കോണുകളിൽ നിന്ന്. ഇത്രയും വികസന പ്രവർത്തനം നടത്തിയ ഒരു സർക്കാർ ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി പ്രതിസന്ധി ഉണ്ട്. അത് ചിലവാക്കുമ്പോൾ ഉണ്ടാകും. നിങ്ങൾ ഏത് മേഖലയിലാണ് വികസനം നടക്കാത്തത്? റോഡ് എടുത്തോ, അത് കഴിഞ്ഞാൽ സ്കൂളുകൾ എടുത്തോ, ആശുപത്രികൾ എടുത്തോ, പ്രൈമറി ഹെൽത്ത് സെൻ്റർ എടുത്തോ, കുടിക്കാനുള്ള വെള്ളം എടുത്തോ, ഏതിലാണ് വികസന പ്രവർത്തനം നടത്താണ്ടിരിക്കുന്നത്? ഇതുവരെ ചരിത്രത്തിൽ ഇത്രയും വലിയ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ടോ? എൻ്റെ നാട്ടിലാണ് ഏറ്റവും കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുള്ള രൂക്ഷമായിട്ടുള്ള സ്ഥലം കേരളത്തിൽ തന്നെ, ചിറ്റൂർ. അറിയാലോ, ഇന്ന് അതായത് ലോറിയിലായിരുന്നു എല്ലാ ദിവസവും വെള്ളം കൊടുത്തു വിട്ടത്. അടിമപ്പണി വരെ ചെയ്തതാണ് ഈ കുടിവെള്ളത്തിന്. ഈ കിണറ്റിൽ എനിക്ക് കുടിവെള്ളം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വരുന്ന വെള്ളം കൊടുക്കണമെങ്കിൽ അവർ പറഞ്ഞതൊക്കെ ചെയ്യണം എന്നുള്ളൊരു സ്ഥിതി ഉണ്ടായിരുന്ന ഒരു നാടാണ്. ഇന്ന് എല്ലാ വീട്ടിലും വെള്ളം എത്തിക്കുകയാണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം എങ്ങനെയാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ? ജനങ്ങളിത് വളരെ ചിന്തിച്ചിട്ട് ഇടതുപക്ഷയും BJPനെ ശക്തമായി എതിർക്കുള്ളൂ എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അനുഭവത്തിൻ്റെ ഞാൻ വർക്ക് ചെയ്തപ്പോൾ കണ്ട ഒരു ഫീലിംഗ് അതാണ്. അതും കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കും കൂടിയിട്ടുള്ള ഒരു വോട്ട് കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും അതുപോലെ സംസ്ഥാന സർക്കാർ വീണ്ടും ഒരു 3ാം തവണ തുടർ ഭരണത്തിലേക്ക് പോകും എന്ന് പ്രതീക്ഷിക്കാനാകും ഇടതുപക്ഷത്തിന്? ഒരു കുഴപ്പമില്ല. ഇതാണ് നല്ലത് എന്നുള്ള അനുഭവത്തിൽ ജനങ്ങൾക്കൊരു ബോധ്യമുണ്ടല്ലോ.